ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി സോഫ്റ്റ് ആയിട്ടുള്ള മലായ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കുന്നതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണിത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം. ആദ്യം നമുക്ക് മലായിയാണ് തയ്യാറാക്കേണ്ടത്. മലായി തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാനിലേക്ക് 250 ml മെഷറിംഗ് കപ്പിൽ 3 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇനി ഈ പാലിലേക്ക് ഞാൻ 1/4 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതൊന്ന് ഫോളോ ചെയ്താൽ മതി കേട്ടോ. ചെറുതായി ഒന്ന് പറ്റി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയൊരു യെല്ലോ കളറ് വരാനായിട്ട് ഞാനൊരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 2.5 കപ്പായിട്ട് പറ്റി വന്നിട്ടുണ്ട്. 1/2 കപ്പൊക്കെ പറ്റിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ മലായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് റെഡിയാക്കി എടുക്കാം. ഞാൻ മുട്ടയൊന്നും ചേർക്കാതെയാണ് ഇവിടെ കേക്ക് തയ്യാറാക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് കേക്കിനായിട്ടുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു സ്പൂൺ അളവിലാണ് കേട്ടോ എല്ലാ അളവുകളും ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 2 നുള്ളി ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് 1-2 വട്ടം ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ്, അതായത് 250 ml മെഷറിംഗ് കപ്പിൽ 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1 കപ്പ്, അതായത് 250 ml കപ്പിൽ 1 കപ്പ് പുളിയില്ലാത്ത കട്ടത്തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/3 കപ്പിൻ്റെ അളവിൽ 1 കപ്പ് ഓയിലും ഇതേ അളവിൽ തന്നെ മലായിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മലായി ചേർത്ത് കേക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതായത് നമ്മൾ ഏലക്കാപ്പൊടിയൊക്കെ ഇതിൽ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഫ്ലേവർ നമ്മുടെ കേക്കിലും ഉണ്ടാവും. അപ്പോൾ ഞാൻ കേക്ക് ബാറ്റർ മിക്സ് ചെയ്തപ്പോൾ ഈ ഒരു തിക്നെസ് നമ്മുടെ കേക്ക് ബാറ്ററിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ മലായും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടോട്ടൽ നമ്മൾ മലായി ഇതിലേക്ക് ചേർത്തത് 1/3 കപ്പ് അളവിൽ 1 കപ്പും എക്സ്ട്രാ 3 ടേബിൾ സ്പൂണും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കേക്ക് ബാറ്റർ തയ്യാറാക്കുന്നതിന് മുന്നേ തന്നെ കേക്ക് ഏത് പാനിലാണോ ബേക്ക് ചെയ്തെടുക്കുന്നത് ആ ഒരു പാനിൽ ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് സെറ്റ് ചെയ്ത് വയ്ക്കണം. നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വയ്ക്കണം കേട്ടോ. ഇത് നേരത്തെ കേക്ക് റെസിപ്പി വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ വിശദീകരിച്ച് പറയാതിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെയൊരു പാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഈ പാനിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററൂടെ ഒഴിച്ചു കൊടുത്ത് 2-3 വട്ടം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിവിടെ സ്റ്റൗ ടോപ്പിലാണ് ഈ കേക്ക് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ഒരു പഴയ പാൻ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ലോ ഹീറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രം നമ്മൾ ബാറ്റർ ഒഴിച്ച പാൻ അതിൻ്റെ മുകളിൽ വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ കേക്ക് കുഴിഞ്ഞൊക്കെ പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കേക്ക് ഇവിടെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണിത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കേക്ക് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ ഇത് കുക്കായിട്ട് വരാനായിട്ട് ഏകദേശം ഒരു കറക്റ്റ് 1/2 മണിക്കൂറായിട്ടുള്ളൂ കേട്ടോ. ഇനി ഞാൻ ഈ കേക്ക് ഒരു ഗ്ലാസ് ബൗളിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ കേക്കിൻ്റെ മുകളിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് എല്ലായിടത്തും കുത്തി കൊടുക്കണം. നമുക്കിതിൻ്റെ മുകളിൽ മലായി ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ മലായി ഉള്ളിലേക്കൊക്കെ നല്ലതുപോലെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ ഫോർക്ക് വെച്ചിട്ട് നല്ലതുപോലെ കുത്തി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മലായി ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മലായി നമുക്ക് നീക്കി വയ്ക്കാം കേട്ടോ. കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഈ മലായും കൂടി ഒഴിച്ച് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ്. ഞാനിതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സ് ഒന്ന് ക്രഷ് ചെയ്ത് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഫോട്ടോയ്ക്ക് ഒരു കളർഫുള്ളൊക്കെ ഇട്ടാനായിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഓപ്ഷനിലാണ്. അപ്പോൾ നമ്മളുടെ മലായി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് തണുപ്പിച്ചിട്ട് വേണമെങ്കിൽ തണുപ്പിച്ചിട്ട് കഴിക്കാം. ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.
അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മലായി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കൂടെ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.